മാജിക് അവനിലേക്ക് സ്വാഗതം. അങ്ങനെ അതിവിപുലമായ രീതിയിൽ ആഘോഷങ്ങളോടുകൂടി ഒരു ഓണവും കൂടി കടന്നുപോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓണക്കാലത്തിനെ വരവേൽക്കും. ഓണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളിയുടെ ഏറ്റവും വലിയൊരു ആഘോഷമായിരുന്നു. അങ്ങനെ കുറേ ഓണവിശേഷങ്ങളെല്ലാം പങ്കിട്ട് കഴിഞ്ഞു. അപ്പോൾ വ്യത്യസ്തമായ പല വിഭവങ്ങൾ, പ്രത്യേകിച്ച് പറഞ്ഞാൽ സദ്യവട്ടത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെല്ലാവരും കഴിച്ച് തളർന്നിരിക്കുകയായിരിക്കും. കാര്യം പല വെറൈറ്റി പായസം. അപ്പോൾ എവിടെ ചെന്നാലും പായസ മത്സരം, പായസമേള, ഇങ്ങനെ മാറി മാറി വ്യത്യസ്തമായ പായസങ്ങൾ വീട്ടിലും പുറത്തും ഒക്കെ പരീക്ഷിച്ച് തളർന്നിരിക്കുന്ന ഒരു കൂട്ടം മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ പ്രേക്ഷകർ എന്തായാലും പലതരം പായസങ്ങൾ പരീക്ഷിച്ച് കഴിഞ്ഞെങ്കിലും ഒരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു പായസം പരീക്ഷിക്കാൻ തയ്യാറാവില്ലേ? അപ്പോൾ ഇത് ഓണവുമായി ബന്ധപ്പെട്ടല്ല, അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ചെറിയ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നൊരു മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഒരു വീട്ടമ്മയ്ക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സിമ്പിൾ പായസമാണ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സിമ്പിൾ പായസം എന്ന് പറഞ്ഞാൽ ഈ ലളിതമായ ഈ പായസം സാധാരണയായിട്ട് നമ്മൾ പറയും വീട്ടിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പായസം ഏതാണ്? ഇത് ഏതൊരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും പറയുന്ന കാര്യമാണ് സേമിയ പായസം, അല്ലേ? വേർമിസെലി കൊണ്ടൊരു പായസം, അതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ സേമിയ പായസം തന്നെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഒരു വ്യത്യസ്തമായ സേമിയ പായസം. ഇത് നമ്മുടെ സേമിയ റാഗി പായസം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റാഗി സേമിയ ബിരിയാണി. സേമിയ 1 കപ്പ്, വെള്ളം 3 കപ്പ്, പാൽ 1 ലിറ്റർ, പഞ്ചസാര 1 കപ്പ്, റാഗി പൊടി 2 ടേബിൾ സ്പൂൺ, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ, നെയ്യ് 2 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പ് 25 ഗ്രാം, കിസ്മിസ് 25 ഗ്രാം. റാഗി സേമിയ പായസം തയ്യാറാക്കാം. അടുപ്പ് കത്തിച്ചിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം, ഇതിലേക്ക് ആദ്യമേ തന്നെ നമ്മളൊരു 3 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് ഒഴിക്കും. പിന്നെ സേമിയ നമ്മൾക്ക് ആവശ്യം 1 കപ്പ് സേമിയ, വറുത്ത സേമിയ. ഇപ്പോൾ വറുത്ത സേമിയ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. നമുക്ക് സേമിയ വാങ്ങിച്ച് വറുക്കേണ്ട ആവശ്യം പോലും ഇല്ല. ബ്രോക്കൺ റോസ്റ്റഡ് വേർമിസെലിയാണ് വാങ്ങാൻ കിട്ടും. അത് 1 കപ്പോളം അളന്നെടുക്കുക. അതിവിടെ റെഡിയാക്കി വെക്കാം. പിന്നെ 3 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചു. ഇനി നല്ലതായിട്ട് തിള വരുമ്പോൾ നമ്മുടെ സേമിയ അതിനകത്തേക്കിട്ട് വേവിക്കുന്നു. സേമിയ വേകുന്ന അത്രയും സമയം മാത്രം. പിന്നെ നമുക്ക് 1 ലിറ്റർ പാലാണ് ഞാൻ അളവ് പറയുന്നത്. അപ്പോൾ 1/2 ലിറ്ററായിട്ട് മാറ്റി വയ്ക്കുക. എന്തിനാണ് ഈ 1/2 ലിറ്ററായിട്ട് മാറ്റി വയ്ക്കുന്നത് പാല്? അതിന് പ്രത്യേക കാരണമുണ്ട്. അപ്പോൾ ഒരു 1/2 ലിറ്റർ പാല് നമ്മൾ ഒരു സ്റ്റേജിൽ ചേർക്കും. ബാക്കിയിരിക്കുന്ന 1/2 ലിറ്റർ പാൽ സെക്കൻഡ് സ്റ്റേജിലാണ്, രണ്ടാമത്തെ ഒരു സ്റ്റേജിലാണ് ചേർക്കുന്നത് അവസരത്തിൽ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു വ്യത്യസ്തമായ സേമിയ പായസം നമ്മൾ തയ്യാറാക്കുന്ന രീതി. അപ്പോൾ ഇനി ഇതൊന്ന് വെള്ളം തിളക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ റോസ്റ്റഡ് സേമിയ അല്ലെങ്കിൽ വെർമിസെലി അതിനകത്തേക്കിട്ട് വേവിക്കും. ഇപ്പോൾ വെള്ളം നല്ല തിളച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റഡ് വെർമിസെലി സേമിയ വറുത്തത് ചേർക്കാൻ പോകും. നന്നായിട്ടൊന്ന് തിളച്ച് വീണ്ടും സേമിയ അതിൽ കിടന്നൊന്ന് വേകണം. വെന്ത് ഇങ്ങനെ വരുന്ന ഒരു, അതായത് വെള്ളം ഒന്ന് കുറച്ച് വറ്റി തുടങ്ങണം. സേമിയ ഏതാണ്ട് പകുതി വേഗമാകുമ്പോൾ ഒരു 1/2 ലിറ്റർ പാലും കൂടി അതിനകത്തേക്ക് ഒഴിക്കും. 1/2 ലിറ്റർ പാൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. പെട്ടെന്ന് തന്നെ മൃദുവായി മാറും, വളരെ ടെൻഡറാകും. വിചാരിക്കുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ്. സാധാരണ നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടാണ് സേമിയ പായസം പെട്ടെന്ന് തയ്യാറാക്കാൻ നോക്കുന്നത്. ഇപ്പോൾ ഇതിന് പക്ഷേ മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ഭയങ്കര വ്യത്യസ്തമായൊരു സ്വാദായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. കാര്യം ഇത് നമ്മൾ റാഗി എന്ന് പറഞ്ഞാൽ കൂവരക്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കാര്യമാണ് കൂവരക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കൂവരക് പൊടിയും കൂടി ചേർത്തിട്ടല്ലേ ചെയ്യണം. അപ്പോൾ അതിൻ്റേതായ ഗുണമുണ്ടാകും. നല്ല തണുപ്പാണ്. കൂവരക് എന്ന് പറഞ്ഞാൽ നല്ലൊരു കൂളിംഗ് ഇഫക്റ്റുള്ള കാര്യമാണ്. കഴിച്ചാൽ നല്ലതാണ്, വയറിന് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. അങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാം. പിന്നെ ഇത് ഓവർ സ്വീറ്റ് അല്ല. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാം. കുറച്ച് കുറഞ്ഞു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല മധുരം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് അളവ് പറയുന്നത്. അത് അത്ര വലിയ സ്വീറ്റ് അല്ല, ഒരു ആവറേജ് മധുരമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സേമിയ വീണ്ടും വെള്ളത്തിൽ കിടന്നിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊരു പകുതി വേഗമായി. ഇനി വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽ 1/2 ലിറ്റർ. പാലിൻ്റെ കൂടെ കിടന്ന് സേമിയ ഒന്ന് വേകണം, വെന്തൊന്ന് കൊഴുത്ത് വരും. ആ സമയം വരെ നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക.
ഇപ്പം സേമിയെല്ലാം പാകത്തിന് വെന്ത് നന്നായിട്ടൊന്ന് കൊഴുത്ത് കഴിഞ്ഞു. പാലെല്ലാം ഇങ്ങനെ കുറുകി ഇങ്ങനെ വരുന്നൊരു സ്റ്റേജ്. നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് പഞ്ചസാര. അപ്പം ഇത് 1 കപ്പ് പഞ്ചസാര, അളന്ന് വെച്ച 1 കപ്പ് പഞ്ചസാരയും ചേർക്കും. ഇനി പഞ്ചസാരയുടെ കൂടെ കിടന്നിട്ട് ഒന്ന് തിളച്ച് ഒന്നുകൂടി ഒന്ന് വേകണം. അപ്പോൾ ആ സേമിയയുടെ ഉള്ളിലേക്കൊക്കെ മധുരം കുറച്ച് പിടിക്കും. ആ സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാൽ. അപ്പോൾ നമ്മളുടെ ഈ 1/2 ലിറ്റർ പാലിൽ 2 ടേബിൾ സ്പൂൺ റാഗി, അതായത് കൂവരകിൻ്റെ പൊടി, ഇത് കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ചെടുക്കാം. കുറച്ച് പാലാദ്യം എടുത്തിട്ട് ഈ റാഗി പൗഡർ, കൂവരകിൻ്റെ പൊടി ഒന്ന് യോജിപ്പിക്കും. ആദ്യം കട്ടയില്ലാണ്ടൊന്ന് യോജിപ്പിച്ചിട്ട് ബാക്കി പാലിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ നിറം വൈറ്റ് നിറം മാറി ഒരു ചെറിയൊരു ലൈറ്റ് ചോക്ലേറ്റ് കളറായിട്ട് മാറും. അതാണ് ശരിക്കുള്ള നിറമായി പോകും ഇതിൻ്റെ നിറം. അപ്പോൾ നമ്മുടെ കൂവരക പൊടി കുറച്ച് പാലിൽ ആദ്യം മിക്സ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ബാക്കിയിരിക്കുന്ന പാലിലേക്ക് യോജിപ്പിക്കാം. ഇങ്ങനെ യോജിപ്പിച്ചെടുത്ത് റാഗി പൗഡർ കലക്കി, അതായത് കൂവരക പൊടി കലക്കിയ 1/2 ലിറ്റർ പാൽ, അത് തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സേമിയ പായസത്തിലേക്ക്, ഇപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് തിള വന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയൊരു ചോക്ലേറ്റ് കളറായി മാറുന്ന കണ്ടോ പായസത്തിൻ്റെ നിറം? ആ വൈറ്റ് കളറൊന്നും മാറിയിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കുറുകും. അപ്പോൾ ഈ റാഗി ചേർത്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു കുറുകലും കൂടി ഉണ്ടാവും. നമ്മൾ ഈ പഞ്ഞിപ്പുല്ല് കുറുക്കില്ലേ, അതുമാതിരി. പക്ഷെ അതുപോലെ അത്രയും തിക്കായിട്ടല്ല നമ്മൾ കുറുക്കുന്നത്. എങ്കിലും ഈ പായസം ഇരിക്കും തോറും കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അതിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ വെള്ളവും പാലും ഒക്കെ ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിനെക്കാട്ടിലും ഇത് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടനെ കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാവും. എങ്കിലും ഇരുന്നൊരു കുറുകലുണ്ട്. അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ടാണ് ഇത്രയൊക്കെ ചേർത്തിരിക്കുന്നത്. പിന്നെ അതും പോലെ കുറച്ചുകൂടി ലൂസാക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് പാലോ ചൂടുവെള്ളമോ ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മൾ ഉണ്ടാക്കി പെട്ടെന്നൊക്കെ തന്നെ കുടിച്ച് തീർക്കുകയാണെങ്കിൽ അത് ധാരാളം മതി. പിന്നെ കുറേ നേരം വെച്ചിരിക്കുവാണെങ്കിൽ പിന്നെയും ഇരുന്നിരുന്ന് കുറുകും. അന്നേരം കുറച്ച് ചൂടുപാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ചേർത്ത് കുറച്ചൊന്ന് ലൂസൻ ചെയ്യണം, അത്രേ ഉള്ളൂ. മധുരമൊന്നും പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് മധുരമുണ്ട്. ഇപ്പം നമ്മളുടെ പായസം കുറുകി തുടങ്ങി. ഇതേ നോക്കൂ, കുറുകിയ പായസം. ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളറല്ലേ, വൈറ്റ് കളറല്ലല്ലോ നമ്മുടെ പായസം, ചോക്ലേറ്റ് കളർ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത്. ഇനി നമ്മൾ 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത്. നല്ലൊരു പായസത്തിൻ്റെ മണം, ഏലക്കയുടെ മണമാണ് പായസത്തിൻ്റെ മണമായിട്ട് നമ്മളുടെ ഒരു കോൺസെപ്റ്റ്. ഏലക്ക മണം കേൾക്കുമ്പോൾ നമുക്ക് പായസം ഓർമ്മ വരും. അപ്പോൾ നല്ല കുറുകിയ പായസം ആയിക്കഴിഞ്ഞ് ഇനി ഇത് ഇരുന്ന് കുറച്ചുകൂടി ഒന്ന് കുറുകും. പിന്നെ പെട്ടെന്ന് തീർത്തില്ല, കുറേ നേരം വെച്ചിരുന്നാണെങ്കിൽ പിന്നെയും കുറുകിയിരിക്കും. അപ്പോൾ ഇച്ചിരി ചൂടുപാൽ അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സേമിയ റാഗി പായസം. പക്ഷേ ഇനി ഇതിൽ കുറച്ച് കാര്യമുണ്ട്. നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി വറുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇടണം. അപ്പോൾ നമുക്കൊരു വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു അലങ്കാരമായിട്ട് തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും അതിൻ്റെ മുകളിലേക്ക് വറുത്തിടാം. അടുപ്പിൽ നിന്നും മാറ്റും. പായസം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞു. ഒരു ബൗളിലേക്ക് ലൈറ്റ് ചോക്ലേറ്റ് കളറാണ്, നല്ല സ്വാദാണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? കുറച്ച് നെയ്യ് ചൂടാക്കാം. നെയ്യ് നല്ല ചൂടായിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് പായസത്തിൻ്റെ മുകളിലായിട്ട് ഒഴിക്കും. നെയ്യ് ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അളവാണ്. 25 ഗ്രാം വെച്ചെങ്കിലും മിനിമം ഇടുക. കൂടുതലുണ്ടെങ്കിൽ കൂടുതലിടാം, പ്രശ്നമില്ല. കുറച്ച് കിസ്മിസ് കൂടി ചേർക്കാം.
അണ്ടിപ്പരിപ്പും കിസ്മിസും പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഓഫ് ചെയ്യാം. അപ്പോൾ ഈ നെയ്യോടുകൂടി നമ്മളത് പായസത്തിൻ്റെ വെള്ളയ്ക്ക് ഒഴിക്കും. അങ്ങനെ സ്വാദിഷ്ടമായ ഒരു സിമ്പിൾ പായസം അല്ലെങ്കിൽ ലളിതമായ ഒരു പായസം നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇത് റാഗി സേമിയ പായസം. അപ്പോൾ ഓണത്തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ധാരാളം പായസങ്ങൾ പരീക്ഷിച്ച് താഴ്ന്നിരിക്കുന്ന നിങ്ങളുടെ അടുത്തേക്കാണ് ഞാൻ ഈ സിമ്പിൾ പായസം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ പായസവും തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കണം. എല്ലാവർക്കും ഇഷ്ടം.